മോർച്ചറിക്കകത്തെ ഈ 4 ജനവാതിലുകളിൽ 3 ജനവാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ 4ാമത്തെ ജനവാതിൽ എപ്പോഴും അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ്. ഹൗസ് സർജൻസി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിരാമിക്ക് ഫോറൻസിക് പഠിക്കാനായി നിയോഗിക്കപ്പെട്ട സ്ഥലമായിരുന്നു കൊടൈക്കനാലിലെ ഈ ഒരു അടിവാരത്തിലുള്ള ഈ ഒരു പഴയ ഹോസ്പിറ്റൽ. ആ ഭാഗത്ത് ആക്സിഡന്റ് മരണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അങ്ങോട്ടായിരുന്നു കൊണ്ടുവരാറ്. അവിടെ നിന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം നടത്തിയതിനു ശേഷം തിരിച്ചറിയാവുന്ന മൃതദേഹങ്ങളൊക്കെ അവരെ കുടുംബക്കാരെ തിരികെ ഏൽപ്പിക്കുന്ന ഒരു സ്ഥലം. അങ്ങോട്ടേക്കായിരുന്നു അഭിരാമി ഹൗസ് സർജൻസിയിലെ ഫോറൻസിക്കിന്റെ ഒരാഴ്ചത്തെ ഹൗസ് സർജൻസി പഠിക്കാനായി അങ്ങോട്ടേക്ക് എത്തിയത്. എന്നാൽ അഭിരാമിക്ക് ആ ഒരു 4ാമത്തെ ജനവാതിൽ തുറക്കേണ്ടി വരുന്നു. ആ ഒരു ജനവാതിൽ തുറക്കരുതെന്ന് നിബന്ധന നൽകിയിരുന്നെങ്കിലും അഭിരാമി ആ ഒരു ജനവാതിൽ തുറന്നു. ആ ജനവാതിലിനപ്പുറം ഉണ്ടായിരുന്ന ഒരു കാഴ്ച എന്നത് അതിഭീകരമായിരുന്നു. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ കഥ പറയാം. MBBS പഠനകാലത്ത് 4 വർഷത്തെ MBBS പഠനത്തിന് ശേഷം 1 വർഷം ഹൗസ് സർജൻസി എന്ന ഒരു പീരീഡ് ഉണ്ട്. ആ ഒരു ഹൗസ് സർജൻസി പീരീഡിൽ അവർക്ക് എല്ലാ വിഭാഗങ്ങളിലും 2 ആഴ്ച വീതം അല്ലെങ്കിൽ 1 മാസ കാലയളവിൽ അവർക്ക് ട്രെയിനിങ് നിർബന്ധമായിരുന്നു. എന്നാൽ ഞാൻ ഈ പറയുന്ന അഭിരാമി പഠിച്ച ഹോസ്പിറ്റലിൽ ഫോറൻസിക് വിഭാഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ അഭിരാമിക്ക് ഈ ഫോറൻസിക് പഠിക്കാനായി നിയമനം ലഭിച്ചത് കൊടൈക്കനാലിലെ അടിവാരത്തുള്ള ഒരു പഴയ ഹോസ്പിറ്റലായിരുന്നു. ഏകദേശം അതൊരു പഴയ ഹോസ്പിറ്റൽ കെട്ടിടം തന്നെയായിരുന്നു. എന്നാലും ആ ഹോസ്പിറ്റലിൽ മോർച്ചറി ഉണ്ടായിരുന്നു. കാരണം കൊടൈക്കനാൽ ഭാഗങ്ങളിൽ അപകട മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ ഒരു ശവശരീരം എത്തുന്ന ഒരേ ഒരു ഹോസ്പിറ്റൽ തന്നെയായിരുന്നു അത്. അതുകൊണ്ട് ഫോറൻസിക് വിഭാഗത്തിൽ ഏതെങ്കിലും പോസ്റ്റിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തിയതിനു ശേഷം അവർക്ക് എളുപ്പത്തിൽ ഫോറൻസിക് എല്ലാം പഠിച്ചെടുക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അഭിരാമിയെ അന്ന് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ഫോറൻസിക് വിഭാഗത്തിലേക്ക് പഠിക്കാനായി പറഞ്ഞുവിട്ടത്. അങ്ങനെ അഭിരാമി സ്വയം ഡ്രൈവ് ചെയ്തായിരുന്നു അന്ന് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നത്. അങ്ങനെ എത്തിയ സമയത്ത് അഭിരാമി ആദ്യം വിളിച്ചത് അവിടെ ആ ഹോസ്പിറ്റലിൽ അവൾക്കുണ്ടായിരുന്ന ഒരു സുഹൃത്തായ ഡോക്ടറെയായിരുന്നു. തൻ്റെ സീനിയർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചത് ഈ മോർച്ചറി എവിടെയാണ്, അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെയാണ്. അതിന് തൻ്റെ സീനിയറായ ആ ഒരു സുഹൃത്ത് പറഞ്ഞത്, അഭിരാമി അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റി ജീവനക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരുടെ കയ്യിൽ നിന്നും ചാവി വാങ്ങി നിനക്കത് തുറന്ന് അകത്തേക്ക് കയറാം. ഇനിയൊരു പക്ഷെ അവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ അതിനടുത്ത് തന്നെയുള്ള ഒരു കബോർഡിൽ അതിൻ്റെ ചാവി വെച്ചിട്ടുണ്ട്. ആ ചാവി ഉപയോഗിച്ച് അത് തുറന്നതിന് ശേഷം തനിക്ക് അകത്തേക്ക് കയറാമെന്നും തൻ്റെ സീനിയറായ ആ സുഹൃത്ത് പറഞ്ഞു. അങ്ങനെ അഭിരാമി ആ ഒരു മോർച്ചറിയെ ലക്ഷ്യം വെച്ച് നടന്നു. അങ്ങനെ അഭിരാമിയുടെ കണ്ണിൽ ആ ഒരു മോർച്ചറി കെട്ടിടം കണ്ടുകഴിഞ്ഞു. ഒരു പഴയ കെട്ടിടം, ചുമരുകളെല്ലാം ദ്രവിച്ചു പോയിരിക്കുന്നു. ഒട്ടും വൃത്തിയില്ലാത്ത ഒരു കെട്ടിടം. ചുറ്റും കാടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു ഈ കെട്ടിടം സ്ഥിതി ചെയ്തിരുന്നത്. അഭിരാമി അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് അവിടെ സെക്യൂരിറ്റി ജീവനക്കാരനെ ആരെയും കണ്ടില്ല. അടുത്തുള്ള കബോർഡിൽ നിന്നും ആ ഒരു ചാവി എടുത്ത് അഭിരാമി അത് തുറക്കാൻ തുടങ്ങി. അങ്ങനെ തുറന്നതിന് ശേഷം അഭിരാമി അകത്തേക്ക് കയറുമ്പോഴായിരുന്നു ഒരു പഴയ റേഡിയോയിൽ നിന്നും എന്തോ പാട്ട് കേൾക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടത്. പെട്ടെന്ന് ആ ശബ്ദത്തിന്റെ ഉറവിട സ്ഥലത്തേക്ക് നോക്കുമ്പോഴായിരുന്നു അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു പഴയ റേഡിയോയുമായിരിക്കും. അത് കണ്ട ഉടനെ തന്നെ അഭിരാമി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ പൂട്ടിയ മുറിക്കുള്ളിൽ എത്തിയത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. അതിന് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ അഭിരാമിയെ തിരിഞ്ഞു പോലും നോക്കാതെ ഒരു ഉത്തരം നൽകി. ഞാൻ ഇതിനകത്ത് ഉണ്ടെന്നറിയാതെ മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ പൂട്ടിയിട്ട് പോയതാണ്. നിങ്ങൾ വരുന്നത് വരെ ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്നൊരു പതിഞ്ഞ സ്വരത്തിൽ ആ സെക്യൂരിറ്റി ജീവനക്കാരൻ അഭിരാമിയോട് മറുപടി പറഞ്ഞു. അതിനുശേഷം അഭിരാമി ചുറ്റുപാടും നോക്കുന്ന സമയത്ത് അവിടെ മൊത്തത്തിൽ 2 മോർച്ചറി ടേബിളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു മോർച്ചറി ടേബിളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ശൂന്യമായി കിടക്കുകയായിരുന്നു. എന്നാൽ അടുത്തുള്ള മോർച്ചറി ടേബിളിൽ ഒരു ശവശരീരം കിടക്കുന്നുണ്ട്. വെള്ള തുണി കൊണ്ട് മൊത്തത്തിൽ മൂടിയിട്ടിരിക്കുന്ന ഒരു ശവശരീരം.
പെട്ടെന്ന് ആ സെക്യൂരിറ്റി ജീവനക്കാരനായ മാധവൻ എന്ന അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് പറഞ്ഞു, മാഡത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ശവശരീരമാണ് ഈ കിടക്കുന്നത്. മാഡത്തിന് എന്തെങ്കിലും പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാമെന്ന് മാധവൻ എന്ന ആ സെക്യൂരിറ്റി അഭിരാമിയോട് പറഞ്ഞു. അതിന് അഭിരാമി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മാത്രം എന്തായാലും ഈ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നില്ല. അതിന് സീനിയർ ഡോക്ടർ വന്നതിന് ശേഷം മാത്രമേ ഞാൻ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നുള്ളൂ എന്ന് അഭിരാമി പറഞ്ഞു. എനിക്ക് ഇരിക്കാനുള്ള എന്തെങ്കിലും സ്ഥലം എവിടെ ഉണ്ടെങ്കിൽ ഞാൻ അല്പസമയം അവിടെ ഇരിക്കാം. ദീർഘദൂരം യാത്ര ചെയ്തതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. എവിടെയെങ്കിലും അല്പനേരം ഇരുന്നാൽ നല്ലതായിരുന്നു എന്ന് അഭിരാമി ആ ഒരു മാധവൻ എന്ന സെക്യൂരിറ്റിയോട് പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആ മൂലയിലുള്ള ആ ഒരു കസേരയിൽ ഇരിക്കാം. അതിനോട് അനുബന്ധമായി ഒരു മേശയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെയുള്ള ചില ഫയലുകളൊക്കെ അഭിരാമിക്ക് എടുത്തു കൊടുത്തു. ഇതൊക്കെയാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ നടന്ന പോസ്റ്റ്മോർട്ടം കേസുകൾ. മാഡത്തിന് എന്തെങ്കിലും പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ മാഡത്തിന് എന്തെങ്കിലും നോക്കണമെങ്കിലോ ഇത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അഭിരാമി ചുറ്റുമൊന്ന് കണ്ണോടിച്ചത്. ഏകദേശം ചുമരുകളൊക്കെ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഏകദേശം രക്തക്കറ മാത്രമായിരുന്നു. കാരണം ടൈൽസ് പാകിയ ചുമരുകളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ സിമന്റിലും അതുപോലെ വെളുത്ത ചുമരുകളിലുമെല്ലാം രക്തക്കറ പതുങ്ങിയിരുന്നു. അതുകൂടാതെ അതിൻ്റെ കൂടെ ചില നഖപ്പാടുകളും ഉണ്ടായിരുന്നു. എന്നാലും അഭിരാമി അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഒരു മോർച്ചറി മുറി വളരെ പഴക്കമുള്ളതാണല്ലേ, വൃത്തിയില്ലാതെ കിടക്കുന്നുണ്ടല്ലോ. ഹോസ്പിറ്റൽ കെട്ടിടം പുതുക്കി പണിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ മോർച്ചറി കെട്ടിടം പുതുക്കി പണിയാത്തതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് മാധവൻ എന്ന ആ സെക്യൂരിറ്റി പറഞ്ഞു, ഈ മോർച്ചറി കെട്ടിടത്തിലേക്ക് അങ്ങനെ അധികം ആരും വരാറില്ല മാഡം. ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉള്ളത് കൊണ്ടാവാം. സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടെയുള്ള സീനിയർ ഡോക്ടേഴ്സിനോ ഇതിനോട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പോലെയാണ് എന്ന് ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മറുപടി പറഞ്ഞു. അതിനുശേഷം അഭിരാമി ആദ്യം നോക്കിയത് അടച്ചിട്ടിരിക്കുന്ന ഒരു ജനവാതിലിലേക്കായിരുന്നു. ചുറ്റും 4 ജനവാതിലുകളുണ്ട്. എന്നാൽ 3 ജനവാതിലുകളും തുറന്നിട്ടിരിക്കുന്നു. കാറ്റും വെളിച്ചവും അത്യാവശ്യം അകത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ 4ാമത്തെ ജനവാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് അഭിരാമി അല്പം ചിന്തിച്ചിരുന്നു. അങ്ങനെ ആ ഒരു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അഭിരാമി ആ ഒരു ജനവാതിലിനടുത്തേക്ക് പോകുമ്പോഴായിരുന്നു പെട്ടെന്ന് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ അങ്ങോട്ട് അതിവേഗത്തിൽ നടന്നെത്തി അഭിരാമിയുടെ പുറകിൽ നിന്ന് പറഞ്ഞു, മാഡം, ഒരു കാരണവശാലും ഈ ഒരു ജനവാതിൽ തുറക്കരുത്. മറ്റ് 3 ജനവാതിലുകളും തുറന്നിട്ടിരിക്കുകയാണല്ലോ, പിന്നെ എന്തിനാണ് ഈ ജനവാതിൽ തുറക്കാൻ പോകുന്നത് എന്ന് അഭിരാമിയോടായി ആ ഒരു സെക്യൂരിറ്റി ചോദിച്ചു. ഈ 3 ജനവാതിലും തുറന്നിട്ടത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചവും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ ജനവാതിൽ കൂടി തുറന്നിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാറ്റും വെളിച്ചവും ഇവിടെയുള്ള ഈ പഴകിയ രക്തത്തിന്റെ ഗന്ധമെല്ലാം ഒന്ന് നീങ്ങി പോകുമല്ലോ എന്ന് പറഞ്ഞു. അതിന് ആ ഒരു മാധവൻ പറഞ്ഞത് കുറച്ച് വിചിത്രമായ കാര്യമായിരുന്നു. മാഡം, ഈ ജനവാതിൽ ഒരിക്കലും തുറക്കരുത്. ഈ ജനവാതിലിന് പുറകിൽ ഒരു അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അഭിരാമി അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ജനവാതിലിന് പുറകിൽ പ്രേതങ്ങളുണ്ടോ എന്ന് അദ്ദേഹത്തോട് അഭിരാമി പരിഹസിച്ചു ചോദിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഒട്ടും ചിരി വന്നില്ല. അദ്ദേഹം പറഞ്ഞു, അതെ മാഡം, ഈ ജനവാതിലിന് പുറകിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ചില സമയങ്ങളിൽ ആ ജനവാതിലിനരികിൽ വന്ന് ഉറക്കെ നിലവിളിക്കുമായിരുന്നു. ആരെങ്കിലും ഈ ജനവാതിലൊന്ന് തുറന്നു തരണേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുമായിരുന്നു. എന്നാൽ ആരെങ്കിലും ഈ ജനവാതിൽ തുറന്നു കഴിഞ്ഞാൽ ആ ഒരു ആത്മാവ് പുറത്തേക്ക് വന്ന് എല്ലാവരെയും നശിപ്പിക്കുമെന്നായിരുന്നു അദ്ദേഹം ആ ഒരു അഭിരാമി എന്ന് പറഞ്ഞ ആ ഒരു കൊച്ചു ഡോക്ടറോട് പറഞ്ഞത്. അതിന് പെട്ടെന്ന് അഭിരാമി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് ചേട്ടാ, ഇത് എത്രാമത്തെ നൂറ്റാണ്ടാണ്? ഈ ഒരു നൂറ്റാണ്ടിലും പ്രേതം, പിശാച് എന്നൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കരുത് ദയവ് ചെയ്ത് എന്ന് പറഞ്ഞ് അഭിരാമി തൻ്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു. അങ്ങനെ വീണ്ടും അഭിരാമി തൻ്റെ സീറ്റിൽ പോയിരുന്നു. അതിനുശേഷം സീനിയർ ഡോക്ടറെ വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു മാധവൻ എന്ന സെക്യൂരിറ്റി പറഞ്ഞത്, ഞാൻ അല്പസമയത്തിന് ശേഷം ഇങ്ങോട്ട് വരാം, മാഡം ഇവിടെ നിൽക്കുമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോയി. അങ്ങനെ ആ ഒരു സെക്യൂരിറ്റി പുറത്തു പോയ സമയത്തായിരുന്നു പുറമെ നല്ല രീതിയിൽ മഴയും മഞ്ഞും ഉണ്ടായിരുന്നു. ഇടിവെട്ടോട് കൂടിയ മഴയും പുറമെ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു പെട്ടെന്ന് അഭിരാമി ആ ഒരു ജനവാതിലിലേക്ക് തന്നെ നോക്കിയിരുന്നത്, ആ അടച്ചിട്ട ജനവാതിലിലേക്ക്. എന്നിട്ട് പതിയെ അതിനടുത്തേക്ക് ചെന്ന അഭിരാമിക്ക് അത് തുറക്കണമെന്ന ആവേശം വളരെയധികം കൂടിക്കൊണ്ടിരുന്നു. അതിനപ്പുറത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അഭിരാമിയിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അഭിരാമി ആ ഒരു ജനവാതിൽ തുറക്കാൻ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആ ജനവാതിലിന് പുറകിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടത്.
ആരോ ആ ജനവാതിലിൽ നഖം കൊണ്ട് പോറുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ശബ്ദം. അത് കേട്ട ഉടനെ അഭിരാമി തന്റെ 2 കൈയും ആ ജനലിൽ വെച്ച് ഒന്ന് തട്ടി നോക്കി. ആ സമയത്ത് ആ ഒരു ശബ്ദം പൂർണ്ണമായും നിലച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അഭിരാമി അവിടെ നിന്നും കേട്ട ശബ്ദം എന്നത് ഒരു സ്ത്രീ കരയുന്ന രീതിയിലുള്ള ഒരു ശബ്ദമായിരുന്നു. എന്നെ രക്ഷിക്കൂ, എങ്ങനെയെങ്കിലും ഈ ഒരു ജനവാതിൽ എനിക്ക് തുറന്നു തരൂ, ഞാനിവിടെ അകപ്പെട്ടിരിക്കുകയാണ്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ, എൻ്റെ കൈയും കാലുമെല്ലാം വേദനിക്കുന്നു, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ദയനീയമായി നിലവിളിച്ച് കരയുന്ന തരത്തിലുള്ള ഒരു ശബ്ദം അഭിരാമി കേട്ടുകൊണ്ടേയിരുന്നു. ആ സമയത്ത് അഭിരാമി ഒന്നും ചിന്തിച്ചില്ല. അതിനു പുറകിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി അഭിരാമി ആ ഒരു ജനവാതിൽ തുറന്നിരുന്നു. എന്നാൽ അഭിരാമി ആ ജനവാതിൽ തുറന്ന സമയത്ത് ആ ജനവാതിലിനപ്പുറം വലിയൊരു കുഴിയായിരുന്നു. എത്തി നോക്കുമ്പോൾ ആഴം പോലും കാണാത്ത തരത്തിലുള്ള ഒരു കുഴി. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു പരിധി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇരുട്ട് മാത്രമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അഭിരാമി ഇവിടെ ഒന്നുമില്ല, ആ സെക്യൂരിറ്റി ജീവനക്കാരൻ എന്നെ കളിപ്പിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞതാണെന്ന് പറഞ്ഞ് വീണ്ടും ആ ജനവാതിൽ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അഭിരാമിക്ക് ആ ജനവാതിൽ അടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പുറത്തെ സൈഡിൽ നിന്നും ആരോ ബലമായി പിടിച്ചു വെച്ചിരിക്കുന്ന പോലുള്ള ഒരു തരത്തിലുള്ള അനുഭവം അഭിരാമിക്ക് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് അഭിരാമി ചിന്തിച്ചു, ഒരുപക്ഷെ ആ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആപത്ത് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു. അതുകൊണ്ട് അഭിരാമിയുടെ മുഖത്തെ ഭാവങ്ങളെല്ലാം പെട്ടെന്ന് മാറി അതിവേഗത്തിൽ ആ ഒരു ജനവാതിൽ അടയ്ക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു 2 വിചിത്രമായ കൈകൾ പുറത്തേക്ക് വന്ന് ആ ജനവാതിലിൻ്റെ വാതിൽ ബലമായി തള്ളി വെച്ചിരിക്കുന്നു. എന്നാൽ ആ കൈകൾ വളരെ വർഷങ്ങൾക്കൊക്കെ മുന്നേ മരിച്ചുപോയ ശവശരീരത്തിൻ്റെ കൈ പോലെ ഉണ്ടായിരുന്നു. അഴുകി ദ്രവിച്ച ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ശവശരീരത്തിൻ്റെ കൈകളായിരുന്നു. കൂടാതെ ആ ഒരു കുഴിയിൽ നിന്നും ഒരു കറുത്ത രൂപം ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. ആ ഒരു രൂപത്തിന് വല്ലാത്ത ദുർഗന്ധമായിരുന്നു. വർഷങ്ങളോളം അഴുകി ദ്രവിച്ച ഒരു ശരീരത്തിൽ നിന്നും പ്രവഹിക്കുന്ന രീതിയിലുള്ള ഒരു അമിതമായ ദുർഗന്ധം. ഇത് കണ്ട ഉടനെ തന്നെ അഭിരാമി അല്പം പുറകിലേക്ക് അതിശക്തമായി പിന്മാറി നിന്നു. ആ സമയത്ത് ആ രൂപം അഭിരാമിയോടായി പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ, ഞാൻ വർഷങ്ങളായി ഇതിനകത്ത് ശ്വാസം മുട്ടി കഴിയുകയായിരുന്നു, നിങ്ങളാണ് എന്നെ മോചിപ്പിച്ചത്, ഇനി എനിക്കൊരു കൂട്ടുകൂടി വേണം, അത് നിങ്ങളായാൽ എനിക്ക് അത്രയും സന്തോഷം എന്ന് പറഞ്ഞ് ആ രൂപത്തിൻ്റെ കൈകൾ അഭിരാമിക്ക് നേരെ നീട്ടിക്കൊണ്ടേ വന്നു. പെട്ടെന്നാണ് അഭിരാമി അവിടെ നിന്നും ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അങ്ങോട്ട് വന്നത്, മാധവൻ. പെട്ടെന്ന് ആ മാധവന്റെ ശരീരത്തിൽ തട്ടിത്തകഞ്ഞ് അഭിരാമി അദ്ദേഹത്തോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണം, നിങ്ങൾ പറഞ്ഞത് കേൾക്കാതെ ഞാൻ ആ ജനവാതിൽ തുറന്നു, അതിൽ പിന്നിൽ നിന്ന് വന്ന ആ രൂപത്തെ കണ്ട് ഞാൻ പേടിച്ചിരുന്നു എന്ന് ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനോട് അഭിരാമി പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ആ സെക്യൂരിറ്റി ജീവനക്കാരൻ അഭിരാമി പറയുന്ന ഒരു കാര്യവും ശ്രദ്ധിച്ചിരുന്നില്ല. അദ്ദേഹം ആ ഒരു പൈശാചിക നിറഞ്ഞ ആ ഒരു രൂപത്തെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഇവിടെ നിന്നും പോവാമെന്ന് വീണ്ടും വീണ്ടും അഭിരാമി പറയുമ്പോഴും ആ സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ നിന്നും ഒരു അടി പോലും അനങ്ങിയില്ല. പെട്ടെന്ന് അഭിരാമിയെ നോക്കി അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ആ ഒരു ജനവാതിൽ ഒരിക്കലും തുറക്കരുതെന്ന്, ഞാൻ പറഞ്ഞത് കേട്ടിട്ടും അത് തുറന്നെങ്കിൽ ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഒരുമിച്ച് ആ ഒരു ഭീകരാത്മാവിനെ നേരിടാമെന്ന ഒരു വിചിത്രമായ അല്ലെങ്കിൽ വളരെ സാവധാനമുള്ള ഒരു സ്വരത്തിൽ അദ്ദേഹം അഭിരാമിയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു തീരും മുന്നേ ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ രൂപം പതിയെ പതിയെ മാറാൻ തുടങ്ങി. താൻ പിടിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കൈ ഐസ് കട്ട പോലെ തണുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അഴുകി ദ്രവിച്ച ഒരു ശവത്തിൻ്റെ അല്ലെങ്കിൽ അഴുകി ദ്രവിച്ച ഒരു ആത്മാവിൻ്റെ രൂപത്തിലുള്ള ഒരു മുഖം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ആ ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗം മുഴുവനായി അഴുകി ദ്രവിച്ച രൂപത്തിലുള്ള ഒരു കാഴ്ചയായി അഭിരാമിക്ക് മുന്നിൽ ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ നിന്നു. അതിന് പുറകെയായി ആ ഒരു കുഴിയിൽ നിന്നും കയറി വന്ന ആ ഒരു ഭീകരാത്മാവ് അഭിരാമിയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ആ ഒരു മോർച്ചറിക്കുള്ളിൽ അമിതമായി കാറ്റടിക്കാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാ വസ്തുക്കളും ആ കാറ്റിൽ പാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫയലിൽ നിന്നും കുറേ പേപ്പറുകൾ ആ ഒരു ഭാഗത്ത് പാറി തുടങ്ങിയത്. പെട്ടെന്ന് അഭിരാമിയുടെ നെഞ്ചത്തേക്ക് ഒരു പേപ്പർ ആഞ്ഞു പതിച്ചു. പെട്ടെന്ന് ആ പേപ്പർ എടുത്തു മാറ്റുന്ന സമയത്ത് അഭിരാമി ആ പേപ്പറിലേക്ക് നോക്കി. അതിനകത്ത് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ഫോട്ടോ പതിച്ച ചില ഡീറ്റെയിൽസുകൾ താഴെ കൊടുത്തിരിക്കുന്നു.
മാധവൻ ജോലി മോർച്ചറി കാവൽക്കാരൻ, ജനനം, അതുപോലെ തൊട്ടടുത്ത കുളത്തിൽ മരണം എന്ന് എഴുതി 5/5/2005 എന്ന ഒരു കോളവും അഭിരാമി കണ്ടു. ആ സമയത്ത് അഭിരാമി ആകെ ഞെട്ടിത്തരിച്ചു. തനിക്ക് കൂട്ടായി ഇത്രയും സമയമുണ്ടായിരുന്നത് ഒരു ആത്മാവാണോ എന്ന ആ ഒരു ചിന്ത അഭിരാമിയുടെ മനസ്സിൽ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ആത്മാവ് ആ അഭിരാമിയോട് പറഞ്ഞത്, എനിക്ക് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ഒരു വാതിലായിരുന്നു അത്. ഞാൻ ഒരുപാട് കാലം പ്രതീക്ഷിച്ചിരുന്ന ഒരു നിമിഷമായിരുന്നു ഇത്. അവരെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. എന്നാൽ എനിക്ക് ആ വാതിൽ തുറക്കാൻ പറ്റാത്തത് കൊണ്ട് അത് തുറക്കാനായി ഒരു അവകാശിയെ വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഡോക്ടർ ഇങ്ങോട്ട് വന്നത്. എന്നെ സഹായിച്ചതിന് വളരെ നന്ദി. ഇനി ഡോക്ടർക്കും ഞങ്ങളുടെ ലോകത്തിലേക്ക് കൂടിച്ചേരാം എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അഭിരാമിയുടെ ഒരു സുഹൃത്ത് നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ സീനിയർ ആയിരുന്ന അദ്ദേഹം ആ ഒരു മോർച്ചറി സൈഡിലേക്ക് വരുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വരവ് കണ്ട ആ ഒരു സമയത്ത് തനിക്ക് മുന്നിലുള്ള ആ ആത്മാക്കളൊക്കെ ആ സമയത്ത് അവിടെ നിന്നും അപ്രത്യക്ഷമായി. പെട്ടെന്ന് തൻ്റെ സീനിയർ അഭിരാമിയെ തൊട്ട് വിളിച്ചു. അഭിരാമി, നീ എന്താണ് ഈ പഴയ മോർച്ചറി കെട്ടിടത്തിൽ? ഇതല്ല ഇപ്പോൾ മോർച്ചറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നീ അത് അറിഞ്ഞില്ലേ? നിനക്ക് ആരാണ് ഇവിടെയാണ് മോർച്ചറി എന്ന് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് അഭിരാമിയുടെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അഭിരാമി പെട്ടെന്ന് തൻ്റെ സീനിയറോട് പറഞ്ഞു. ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. അതിന് ആ ഒരു സീനിയർ ആയിട്ടുള്ള ആ ഒരു സുഹൃത്ത് പറഞ്ഞത്, അഭിരാമി, ഞാൻ നീ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇതിനു മുന്നേയും ഇവിടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പുതിയ കെട്ടിടത്തിലേക്ക് മോർച്ചറി മാറ്റിയതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അധിക സമയം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും അഭിരാമിയും തൻ്റെ സുഹൃത്തും അങ്ങോട്ടേക്ക് മടങ്ങി പോയിക്കൊണ്ടേയിരുന്നു. ആ പോകുന്ന സമയത്ത് അഭിരാമി ഒന്നുകൂടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഒരു അടച്ചിട്ടിരുന്ന ജനവാതിൽ ഒന്നുകൂടി തുറന്നിരുന്നു. അതിൽ നിന്നും ആ ഒരു 2 രൂപങ്ങൾ അഭിരാമിയെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. വളരെ തീക്ഷ്ണമായ കണ്ണുകളോടെ അത് തുറിച്ച് ഭയപ്പെടുത്തി നോക്കുന്നത് പോലെ ഇനിയും അഭിരാമിയെ അങ്ങോട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ അഭിരാമിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ സുഹൃത്ത് അഭിരാമിയോട് പറഞ്ഞു, നീ എന്താണ് അങ്ങോട്ട് നോക്കുന്നത്? നീ നേരെ നോക്കി നടന്നു വാ എന്ന് പറഞ്ഞു. അവിടെ നിന്നും അവർ പുതിയ മോർച്ചറിയിലേക്ക് കയറുന്ന സമയത്ത് അതിന് മുന്നിൽ വെച്ചിരിക്കുന്ന ജീവനക്കാരുടെ പേരെഴുതിയതിൻ്റെ കൂട്ടത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ പേര് മാധവൻ എന്ന് എഴുതിയത് കണ്ട് അഭിരാമി ഞെട്ടിത്തരിച്ചു. പിന്നീട് അവർ 2 പേരും ചെന്നത് പുതിയ മോർച്ചറിയിലെ മാധവൻ എന്ന സെക്യൂരിറ്റിയുടെ അടുത്തേക്കായിരുന്നു. ആ സെക്യൂരിറ്റിക്കും നേരത്തെ ആ പഴയ മോർച്ചറി കെട്ടിടത്തിൽ കണ്ട ആ സെക്യൂരിറ്റിയുടെ അതേ മുഖച്ഛായയായിരുന്നു. അത് അഭിരാമിയെ കൂടുതൽ കുഴപ്പത്തിലാക്കി. അഭിരാമിയുടെ ഫോറൻസിക് പീരീഡ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അഭിരാമി അവിടെ നിന്ന് ആരോടും യാത്ര പറയാതെയായിരുന്നു വീണ്ടും അഭിരാമി പഠിച്ചിരുന്ന കോളേജിലേക്ക് എത്തിയതെന്നും പറഞ്ഞു കേട്ടു. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം.